നമസ്കാരം. ധനുസ് പി എസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 കേരള PSC നടത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ബയോളജി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ്. ബയോളജിയുടെ നോട്ടുകൾ നമ്മൾ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ SCRT ഭാഗത്തുള്ള കണ്ടൻറ്റുകളും കട്ട് ഷോട്ടായി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2025 ചോദ്യം 1. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ് ക്യാവിറ്റി, സിമൻറ്റം എന്നിവയുണ്ട്. ശരി ഏതാണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് ശരി പ്രസ്താവന. 3ഉം 4ഉമാണ് ഇവിടെ ശരി പ്രസ്താവന. അതായത് പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം എന്നുള്ളതും, അതുപോലെ 4 സിമൻറ്റം എന്ന് പറയുമ്പോൾ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജകലയുമാണ് സിമൻറ്റം. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. സിമൻറ്റം എന്താണ്? പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന യോജകലയാണ്. ഇവിടെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഇനാമൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇനാമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനാമൽ പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായ കലയാണെന്ത്? ഇനാമൽ. നിർജീവമായ കലയാണെന്ത്? ഇനാമൽ എന്ന് പറയും. പല്ലിൽ കാണപ്പെടുന്ന, പല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന നിർജീവമായ കലകളാണെന്ത്? ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമൽ എന്താണ്? പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗമാണെന്ത്? ഇനാമൽ. ഇനി ഡെൻറ്റൈൻ എന്താണ്? ഡെൻറ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണെന്ത്? ഡെൻറ്റൈൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണ്? ഡെൻറ്റൈൻ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഉത്തരം ശരിക്കും എന്താണ്? മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ആരാണ്? ഇനാമലാണ്. ഇനാമലാണ്. മനുഷ്യശരീരത്തിൻ്റെ ഏറ്റവും കാഠിന്യ പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. ഓക്കെ. അപ്പോൾ ഡെൻറ്റൈൻ നിർവചനം എന്താണ്? പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണെന്ത്? ഡെൻറ്റൈൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണെന്ത്? ഡെൻറ്റൈൻ. ഓക്കെ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന നിർജീവമായ കലകളാണ് ഇനാമൽ. അതുതന്നെയാണെന്ത്? മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമെന്നും പറയുന്നത്. അപ്പോൾ അത്രയും ഒരു ഊഹം കിട്ടിയല്ലോ. ഇനാമൽ എന്താണ്? ഡെൻറ്റൈൻ എന്താണ്? ഒന്നുകൂടെ പറയാം. ഇനാമൽ എന്താണ്? പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായ ഭാഗമാണെന്ത്? ഇനാമൽ എന്ന് പറയുന്നത് അല്ലേ. അത് ഡെൻറ്റൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥമാണ്. ഡെൻറ്റൈനെ പൊതിഞ്ഞു കാണുന്നതാണത് ഇനാമൽ. അതുപോലെ തന്നെ മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണെന്ത്? ഇനാമൽ എന്ന് പറയുന്നത്. ഓക്കെയാണല്ലോ. ഡെൻറ്റൈൻ അപ്പോൾ എന്താണ്? പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണ്? ഡെൻറ്റൈനാണ്. ഓക്കെ, ഡെൻറ്റൈനാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിലേക്ക് നോക്കാം. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഡെൻറ്റൈൻ എന്ന പദാർത്ഥം കൊണ്ടാണ്. ഇനി ദന്തമകുട ഭാഗത്ത് ഡെൻറ്റൈനെ ആവരണം ചെയ്ത് കാണുന്ന ഭാഗമാണെന്ത്? ഇനാമൽ. ദന്തമകുട ഭാഗത്ത് ഡെൻറ്റൈനെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. ഇനാമലിന് വെളുപ്പ് നിറം ആകുന്നു. ഇനാമലിന് വെളുപ്പ് നിറം ആകുന്നു. ഇനി ദന്തമൂലം അല്ലേ. പല്ല് വരയ്ക്കുമ്പോൾ ദന്തമകുടം എന്ന് പറയുന്ന മുകൾ ഭാഗമാണ്, താഴ്ഭാഗം മൂലം അല്ലേ. മകുടമാണ് എന്ന് പറയുന്നത് അല്ലേ. ദന്തമൂലം എന്താണ്? സിമൻറ്റ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദന്തമൂലം സിമൻറ്റ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. ദന്തമകുട ഭാഗത്ത് ഡെൻറ്റൈൻ ഉണ്ട്. ദന്തമൂലം ഭാഗത്ത് എന്തുണ്ട്? സിമൻറ്റം എന്ന് പറയും അല്ലേ. സിമൻറ്റം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? സിമൻറ്റമാണ്. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഇവിടെ അല്ലേ. ഇവിടെ മോണ ഇവിടെയാണ്. മോണ ഇത്രയും ഈ ഭാഗത്തിന് മോണയാണ്. ദന്തമൂലത്തായിട്ട് വരും. പല്ലിനെ മോണയ്ക്കകത്ത് ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം ആരാണ്? ഈ സിമൻറ്റമാണ്. ഓക്കെ. ഇനി ഈ ഡെൻറ്റൈൻ്റെ ഈ പല്ലില്ലേ, ഡെൻറ്റൈൻ്റെ അകത്തൂടെ വരുമല്ലോ. ഈ അകത്തുള്ള ഭാഗം എന്താണ്? പൾപ്പ് ക്യാവിറ്റിയാണ്. ഡെൻറ്റൈൻ്റെ ഉൾഭാഗമാണെന്ത്? പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുക. ഡെൻറ്റൈൻ്റെ ഉൾഭാഗമാണെന്ത്? പൾപ്പ് ക്യാവിറ്റി. അപ്പോൾ ഇതുവഴി രക്തക്കൊഴലുകളൊക്കെ പോയിട്ട് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ പോകുന്നുണ്ട്. രക്തക്കൊഴൽ അകത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ പൾപ്പ് ക്യാവിറ്റി മൂലകേനയാണ് നമുക്ക് പോഷണം ലഭിക്കുകയും ചെയ്യപ്പെടുക എന്ന് പറയും അല്ലേ. അപ്പോൾ രക്തക്കുഴലുകളും നാടുകളും കാണപ്പെടുന്ന ഏത് ഭാഗമാണ്? പൾപ്പ് ക്യാവിറ്റിയിലാണ്. രക്തക്കുഴലുകളും നാടുകളും കാണപ്പെടുന്ന ഭാഗം ഏതാണ്? പൾപ്പ് ക്യാവിറ്റി. അപ്പോൾ ഡെൻറ്റൈൻ്റെ ഉൾഭാഗം ഏതാണ്? പൾപ്പ് ക്യാവിറ്റിയാണ്. ഡെൻറ്റൈൻ്റെ ഉൾഭാഗം ഏതാണ്? പൾപ്പ് ക്യാവിറ്റിയാണ്. രക്തക്കുഴലുകളും അതുപോലെ നാടുകളും കാണപ്പെടുന്ന ഇവിടെയാണ്, പൾപ്പ് ക്യാവിറ്റിയിലാണ് അല്ലേ. ഇനി ഒരു മൂലകമുണ്ട്. അത് ഫ്ലോറിൻ എന്ന് പറയാം മൂലകത്തിൻ്റെ പേര്. അതെവിടെയാണ് കാണുക? ഫ്ലോറിൻ എന്ന് പറയുന്ന മൂലകം. ഫ്ലോറിൻ അല്ലേ. ഫ്ലോറിൻ എന്ന മൂലകം എവിടെ കാണപ്പെടുന്നു? പല്ലിനകത്തുള്ളതാണ്. എവിടെയുണ്ട്? ഇനാമലിൻ്റെ
ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ ഒരു മൂലകമാണെന്ത്? ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് അല്ലെങ്കിൽ ഇനാമൽ ഉറപ്പിച്ചിരിക്കണം അല്ലേ, ഇനാമലിന് വേണ്ടിയുള്ള മൂലകമാണെന്ത്? ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ജോഡി പല്ലുണ്ട് അറിയാം അല്ലേ? എത്ര പല്ലുണ്ട്? ആകെ 32 പല്ല് അടിച്ചിട്ട് വന്ന് കേട്ടിട്ടുണ്ടല്ലേ? 32 പല്ലുണ്ട് അല്ലേ? അപ്പോൾ പാൽപ്പല്ലുകൾ എത്രണ്ണമുണ്ട് കുട്ടികളിൽ? പാൽപ്പല്ല് എത്രണ്ണമുണ്ട്? 20 എണ്ണമാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. 20 എണ്ണമാണെന്ത്? പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. 20 എണ്ണമാണ് പാൽപ്പല്ല്. നമുക്ക് എത്ര തരം പല്ലുകളുണ്ട് മനുഷ്യരിൽ? 4 തരം പല്ലുകളാണ് മനുഷ്യരിലുള്ളത്. 4 തരം പല്ലുകളാണ് മനുഷ്യരിലുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം അല്ലേ? 2/2, 1/1, 2/2, 3/3 എന്നുള്ള കോമ്പോസിഷനാണ്. ഇത് ഉളിപ്പല്ല് എന്ന് പറയുമ്പോൾ 2/2 ഉണ്ട് അല്ലേ? അപ്പുറം ഇപ്പുറം 2 വെച്ചുണ്ട്. കോമ്പല്ല് 1/1 ഉണ്ട്. പിന്നെ അഗ്രചർവണകം 2/2 ഉണ്ട്. ചർവണകം 3/1 ഉണ്ട്. നമുക്ക് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന ഒരു പല്ലേതാണ്? ഉളിപ്പല്ലാണ് കേട്ടോ, ഉളിപ്പല്ലാണ്. അപ്പോൾ അത്ര നമുക്ക് ഉളിപ്പല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉളിപ്പല്ലിനെ കുറിച്ച് അത്രയും പറഞ്ഞിട്ടുണ്ട്. പല്ലുകളുടെ സ്ട്രക്ചറും അതായിരുന്നു. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകമെന്ന് അറിയപ്പെടുന്ന ഏതാണ്? ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകമെന്ന് അറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻസ്: ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. ആൻസർ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് ആൻസർ വരിക? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ജീവകം ഇ ആണ്. ജീവകം ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറയപ്പെടുക. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഏതാണ്? ജീവകം ഇ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇല്ലേ, വിറ്റമിനകത്തുള്ള ജീവകം എക്ക് വേറൊരു പേര് കാണുമല്ലോ അല്ലേ? അപ്പോൾ ആൻറ്റി സ്റ്റെറിലിറ്റി എന്ന് പറയുമ്പോൾ അതിനൊക്കെ വേറൊരു പേരുണ്ടാകത്തില്ലേ വിറ്റമിൻസിൻ്റെ? ആ പേരുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? എന്തൊക്കെയാണ് പേര്? ജീവകം എയുടെ സയൻറ്റിഫിക് നെയിം ശരിക്കും എന്താണ്? റെറ്റിനോൾ എന്നാണ് പറയുക. ജീവകം എയുടെ സയൻറ്റിഫിക് പേരാണെന്ത്? റെറ്റിനോൾ എന്ന് പറയാം. ഇവിടെ നമുക്ക് ചോദിച്ചത് എന്താണ്? ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നാണ് ചോദിച്ചേക്കുക അല്ലേ? അപ്പം ജീവകം ഡിക്ക് അതുപോലൊരു പേരുണ്ട്. ഏതാണ്? സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയും. സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയും. മറ്റൊരു പേരെന്താണ്? ആൻറ്റി റാക്കറ്റിക് വൈറ്റമിൻ അല്ലേ? ആൻറ്റി റാക്കറ്റിക്, റിക്കറ്റ്സ് എന്ന് പറയാറില്ലേ? കണാരോഗം, റിക്കറ്റ് രോഗം, അപ്പോൾ അതാണത്. ആൻറ്റി റാക്കറ്റിക് വിറ്റമിൻ എന്നും വിറ്റമിൻ ഡിയെ പറയാറുണ്ട്. ഓക്കെ, വിറ്റമിൻ ഡിയെ പറയുന്നത് അങ്ങനെയും കൂടി പറയാറുണ്ട്. സ്റ്റിറോയിഡ് വൈറ്റമിനും ആര് തന്നെയാണ്? വിറ്റമിൻ ഡി ആണ്. 3 പേര് ഞാൻ പറഞ്ഞു. ഏതാണ്? സൺഷൈൻ വൈറ്റമിൻ ഉണ്ട്, സൺഷൈൻ വൈറ്റമിൻ ഉണ്ട്, ആൻറ്റി റാക്കറ്റിക് വൈറ്റമിൻ ഉണ്ട്, അതുപോലെ എന്താണ്? സ്റ്റിറോയിഡ് വൈറ്റമിനുകളും ഉണ്ട്. സ്റ്റിറോയിഡ് വൈറ്റമിനുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ജീവകം എയുടെ സയൻറ്റിഫിക് പേര് എന്താണ്? റെറ്റിനോൾ എന്നാണ്. ജീവകം എയുടെ സയൻറ്റിഫിക് പേര് റെറ്റിനോൾ എന്നാണ്. ആൻറ്റി പെല്ലാഗ്ര വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ B3 എന്ന് പറയുന്നത്. ആൻറ്റി പെല്ലാഗ്ര വൈറ്റമിനാണ് വൈറ്റമിൻ B3 എന്ന് പറയുന്നത്. സൺഷൈൻ വൈറ്റമിനാണെന്ത്? വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. സൺഷൈൻ വിറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുക. ബ്യൂട്ടി വിറ്റമിനാണ് ശരിക്കും എന്ത്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ബ്യൂട്ടി വിറ്റമിൻ. മറ്റൊരു കൊയാഗുലേഷൻ വിറ്റമിൻ ഉണ്ട്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോട്ട് ചെയ്യുന്നത് അല്ലേ? കൊയാഗുലേഷൻ ആരാണ്? ക്ലോട്ടിങ് അല്ലേ? രക്തം കട്ട പിടിക്കുന്ന വൈറ്റമിൻ ഏതാണത്? വിറ്റമിൻ കെ ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ ആരാണ്? ക്ലോട്ടിങ് വൈറ്റമിൻ ആരാണ്? വിറ്റമിൻ കെ ആണ്. വിറ്റമിൻ കെ ആണ്. ക്ലോട്ടിങ് വൈറ്റമിൻ ഏതാണ്? വിറ്റമിൻ കെ ആണ്. ഇനിയും വിറ്റമിൻ എയുടെ സയൻറ്റിഫിക് പേർ എന്താണ്? റെറ്റിനോൾ എന്ന് പറഞ്ഞു. B1-ൻ്റെതോ തയാമിനാണ്. B2-ൻ്റെതോ റൈബോഫ്ലവിൻ. B3 നിയാസിൻ. ഓക്കെ, അതൊക്കെ അറിയാമല്ലോ. നെക്സ്റ്റ് ചോദ്യം. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഇവിടെ ഏതാണ്? ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. രണ്ടാമത്തെ മാത്രമാണെന്ത്? ശരിയായ ജോഡി എന്ന് പറയുക. രണ്ടാമത്തതാണെന്ത്? ശരിയായ, അതായത് എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നതാണ് ശരി ജോഡി അല്ലേ? എലിപ്പനിയുടേത് ലെപ്റ്റോസ്പൈറ, എലിപ്പനി പരത്തുന്ന ബാക്ടീരിയ അല്ലേ? ലെപ്റ്റോസ്പൈറ. എലിപ്പനിയുടേത് ലെപ്റ്റോസ്പൈറ എന്ന് വെച്ചിട്ട് ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയ, ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയ എന്നാണ് പറയുക. ബാക്കിയുള്ള ചാർട്ട് ഞാൻ തരാം. ഇവിടെ ബാക്കി വരുന്ന ഏതൊക്കെ രോഗം നമുക്കറിയാം? കോളറ അല്ലേ? കോളറ പരത്തുന്ന രോഗം ഇതാണ് കോളറ. കോളറ ആരാണ്? വിബ്രിയോ കോളറെ അല്ലേ? വിബ്രിയോ കോളറെ. അതുപോലെ ക്ഷയത്തിൻ്റെ ആരാണ്?
ക്ഷയമുണ്ടാക്കുന്ന ബാക്ടീരിയ ആരാണ്? മൈക്കോ ബാക്ടീരിയം അല്ലേ? മൈക്കോ ആണോ? അല്ല, ട്യൂബർക്കുലോസിസ് അല്ലേ? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. മൈക്കോ ബാക്ടീരിയം TB ട്യൂബർക്കുലോസിസ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഇനി കുഷ്ഠത്തിൻ്റെ എന്താണ്? മൈക്കോ ബാക്ടീരിയം ലെപ്രേ. കുഷ്ഠത്തിൻ്റെ എന്താണ്? മൈക്കോ ബാക്ടീരിയം ലെപ്രേ എന്നാണ് അല്ലേ? അങ്ങനെയാണെങ്കിലോ ടെറ്റനസ് എന്തായിരിക്കണം? ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി ഏതിൻ്റെയാണ്? ടെറ്റനസ് എന്ന അസുഖമുണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. അപ്പോൾ ഡിഫ്തീരിയ ഏതാണ്? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. അപ്പോൾ അത്രയുമാണ് ഇതിനകത്ത് ഉള്ളത്. നെക്സ്റ്റ് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ? 2. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഒക്കെ എന്താണ്? ജനിതക രോഗങ്ങളാണ് അല്ലേ? പാരമ്പര്യ ജനിതക രോഗങ്ങളാണ് ഇത്. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും എന്താണ്? ജനിതക രോഗങ്ങളാണ്. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും എന്താണ്? ജനിതക രോഗങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രം പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളി ഏതാണ്? ആ പാളിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ? മെനിഞ്ചസ് എന്ന് പറയുന്നു. ഏതാണ്? മെനിഞ്ചസ്. മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന അവയവമാണ്. ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രം പ്രവർത്തിക്കുന്നു അല്ലേ? മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയും പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന പാളി ഏതാണ്? മെനിഞ്ചസ്. നമുക്ക് SCERT കണ്ടൻറ്റ് എവിടെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ? 10ാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററിലാണ് ഇതുള്ളത്. അവിടേക്ക് നമുക്ക് പോവാം. ഈ ഒരു പോർഷനിലാണ് എന്തുള്ളത്? ആ ഒരു ഫാക്റ്റ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയുണ്ട് നാഡീവ്യവസ്ഥയുടെ സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഫാക്റ്റിൽ നിന്ന് വൃത്തിയായിട്ട് കിടപ്പുണ്ട് അല്ലേ? അതായത് മസ്തിഷ്കം, സുഷുമ്ന, മസ്തിഷ്കം നമ്മുടെ തലച്ചോറ് അല്ലേ? മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് 3 പാളിയോട് കൂടിയ മെനിഞ്ചസ് കാണപ്പെടുന്നു. ഓക്കെ അല്ലേ? പിന്നെ ഇതൊരിക്കലും മറക്കില്ല. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് 3 പാളികളോട് കൂടിയ മെനിഞ്ചസ് കാണപ്പെടുന്നു. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് ഏത്? സെറിബ്രോ സ്പൈനൽ ദ്രാവകം. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ മെനിഞ്ചസിൻ്റെ പാളികൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രാവകം ഏതാണ്? സെറിബ്രോ സ്പൈനൽ ദ്രാവകം. ഈ ദ്രവ്യത്തിൻ്റെ രൂപീകരണത്തിൽ എപ്പൻഡൈമൽ കോശങ്ങൾ ചോദിക്കാൻ വേണമെങ്കിൽ എപ്പൻഡൈമൽ കോശങ്ങൾ പങ്കുണ്ട്. സെറിബ്രോ സ്പൈനൽ ദ്രാവകത്തിൻ്റെ രൂപീകരണത്തിൽ എപ്പൻഡൈമൽ കോശങ്ങൾക്ക് പങ്കുണ്ട്. ഇനി കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്തൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കുക? ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്തൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കുക? എന്തൊക്കെയുണ്ട് അവയ്ക്ക് ധർമ്മം? കലകൾക്ക് ഓക്സിജനും പോഷണവും കൊടുക്കുന്നു. കോശങ്ങൾക്ക് ഓക്സിജനും പോഷണവും കൊടുക്കുന്നു. അതുപോലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. മർദ്ദം ക്രമീകരിക്കുന്നു അല്ലേ? അപ്പോൾ മെനിഞ്ചസ് ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരവൊന്നുമില്ല. അത് 10ാം ക്ലാസ്സിൽ SCERT കണ്ടൻറ്റിനകത്ത് ഉള്ളൊരു പോർഷനാണ് അല്ലേ? നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണിത് എടുത്തോളിട്ടേക്കുക. അപ്പോൾ കൂടുതൽ പഠിക്കുമ്പോൾ ഫാക്റ്റ് കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, അതിൻ്റെ തലച്ചോറിൻ്റെ ബാക്കി ഒരു ഭാഗം കൂടെ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ തലച്ചോറ് നിങ്ങൾ മസ്തിഷ്കം കണ്ടില്ലേ? അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു ഭാഗമാണ്, എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു ഭാഗമാണിത് അല്ലേ? അപ്പോൾ ഇവിടെ തലച്ചോറിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഏതൊക്കെ? സെറിബ്രം ഉണ്ട് അല്ലേ? സെറിബെല്ലം ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ്. ഇത്രയും മെയിൻ ഭാഗങ്ങൾ ബാക്കിയുണ്ട്. ഇനി സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ് അല്ലേ? ആ പടം കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. എപ്പോഴും സെറിബ്രത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണെന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്ന് പറയുന്നു. വൈറ്റ് മാറ്റർ കാണുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ എന്താണ്? ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന തുടങ്ങിയവയുടെ കേന്ദ്രമാണെന്ത്? ഈ സെറിബ്രം എന്ന് പറയുന്ന ഭാഗം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ത്? സെറിബ്രം എന്ന് പറയാം അല്ലേ? ഇനി തലാമസ് എന്താണ്? ആന്തരഭാഗത്ത് കാണുന്നതാണ് തലാമസ് എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പോതലാമസ് ആരാണ്? ശരീര ഊഷ്മാവ്, വിശപ്പ്, ദാഹം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ സെറിബെല്ലം എപ്പോഴും ചോദിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിലെ 2ാമത്തെ വലിയ ഭാഗമാണ്. പിന്നെന്താണ്?
പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച ശരീരത്തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നവയാണെന്ത്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന് തുലന നില കൈവരിക്കുന്നവയാണെന്ത്? സെറിബെല്ലം എന്ന് പറയുന്ന പ്രധാന ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ തലച്ചോറ് മസ്തിഷ്കം പഠിക്കുമ്പോൾ ഈ ഭാഗങ്ങളും കൂടി ഒന്ന് സൂചിച്ച് വെച്ച് നോക്കണം. നെക്സ്റ്റ് ചോദ്യം, ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ശുദ്ധരക്തം ശ്വാസകോശത്തിലെത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രക്തം വഹിച്ചുകൊണ്ട് രക്തക്കുഴൽ ഏതാണ്? ആ രക്തക്കുഴലിൻ്റെ പേരെന്താണ്? രക്തക്കുഴലിൻ്റെ പേര് ശരിക്കും എന്താണ്? ആ രക്തക്കുഴലിൻ്റെ പേരാണേത്? ധമനികൾ എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ പേര്? ധമനികൾ. എന്താണ് പേര്? ധമനികൾ അല്ലേ? അതായത് ഇവിടെ നോക്കാം, ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രക്തം, ഓക്സിജൻ അടങ്ങിയ രക്തം, ശുദ്ധരക്തം, ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം പല ഭാഗങ്ങളിൽ എത്തിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അശുദ്ധരക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ആ രക്തക്കുഴൽ ആരാണ്? ധമനികൾ എന്ന് പറയില്ലേ. അപ്പോൾ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളെല്ലാം എന്താണ്? ധമനികളാണ്. അശുദ്ധരക്തം വഹിക്കുന്ന ആരാണ്? സിരകളെന്നും പറയുന്നു. ശുദ്ധരക്തമുള്ളവ ധമനിയാണെങ്കിൽ അശുദ്ധരക്തം ആരാണ്? സിരയെന്നും പറയുന്നു. ശുദ്ധരക്തം ധമനിയാണെങ്കിൽ അശുദ്ധരക്തം സിരയെന്ന് പറയുന്നു അല്ലേ. ഈ ധമനികൾ എന്താണ്? എല്ലാ ഭാഗങ്ങളിലും കയറി ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ധമനി എന്ന് പറഞ്ഞ കുഴൽ എന്താണ്? ചെറുതായിട്ട് വികസിങ്ങനെ ഷോർട്ട് ചെറിയതായിട്ട് ശാഖോപശാഖകളായിട്ട് പിരിയുന്നുണ്ട്. ഈ പറയുന്നതിന് പറയുന്ന പേരെന്താണ്? അതും രക്തക്കുഴലാണ്. അതിന് പറയുന്ന പേരെന്താണ്? ലോമികകൾ എന്നാണ് പറയുക. ലോമികകൾ എന്നാണ് പറയുക. ലോമികകൾ എന്നാണ് പറയുക. ധമനികൾ ചെറിയ ചെറിയ നാരുകൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പിരിയുന്നു, ശാഖോപശാഖകളായി പിരിയുന്ന അത് അതിന് പറയുന്ന പേരെന്ത്? ആ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലിന് പറയുന്ന പേരെന്താണ്? ലോമികകൾ എന്നാണ് പറയുക. നെക്സ്റ്റ്, കുട്ടികൾ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്ന ഏത് വിറ്റമിൻ്റെ കുറവ് മൂലമാണ്? റിക്കറ്റ്സ് അല്ലേ. ഏതിൻ്റെ കുറവാണ്? വിറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് റിക്കറ്റ് എന്ന രോഗം ഉണ്ടാവുക. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപ്പാദകരായി വർത്തിക്കുന്നത്? പ്രാഥമിക ഉൽപ്പാദകരെ വർത്തിക്കുന്നത് ആരാണ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രാഥമിക ഉൽപ്പാദകരെ കണക്കാക്കപ്പെടുക? ആൻസർ ശരിക്കും ആരാണ്? പ്രാഥമിക ഉൽപ്പാദകർ ആരാണ്? ഹരിതസസ്യങ്ങളാണെന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി, ഹരിതസസ്യങ്ങളാണെന്ത്? പ്രാഥമിക ഉൽപ്പാദകർ എന്ന് പറയപ്പെടുന്നത് അല്ലേ. പ്രാഥമിക ഉൽപ്പാദകർ ശരിക്കും എന്താണ്? ഹരിതസസ്യങ്ങളാണ്. അപ്പോൾ ഈ സസ്യങ്ങളാണ് എന്ത് ചെയ്യുക? നമുക്ക് വേണ്ട അല്ലെ, ഏറ്റവും ആദ്യം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആഹാര ശൃംഖല എടുക്കുകയാണെങ്കിൽ പൊതുവെ മെയിൻലി 3 ഭാഗം കാണും അല്ലേ. 3 പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഭാഗം എന്താണ്? ഉൽപ്പാദകർ എന്ന് പറയും. തൊട്ട് താഴെ ആരാണ്? അവരെ കഴിക്കുന്ന ഉപഭോക്താക്കൾ എന്ന് പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞുള്ളത് വിഘാടകരാണ്. അത് കഴിഞ്ഞുള്ളത് എന്താണ്? വിഘാടകരാണ് അല്ലേ. ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ എന്നിവരാണ് പ്രധാനമായിട്ടും 3 എണ്ണങ്ങൾ അല്ലേ. അതിനകത്ത് ഹരിതസസ്യങ്ങളാണെന്തോ ഉൽപ്പാദകരായിട്ടും അല്ലേ. പ്രാഥമികമായിട്ടുള്ള ഉൽപ്പാദനം എന്താണ്? ഹരിതസസ്യങ്ങൾ തന്നെയാണ് എപ്പോഴും. കാരണം എന്താണ്? അവരെന്ത് ചെയ്യുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ജലം, ലവണങ്ങളും സൂര്യപ്രകാശം ഉപയോഗിച്ച് സസ്യങ്ങൾ അവയുടെ ഇലയിൽ വെച്ച് ഹരിതകം വർണ്ണവസ്തു ഉപയോഗിച്ചിട്ട് ആഹാരം പാകം ചെയ്തു അല്ലേ. അതുകൊണ്ട് എന്ത് വിളിക്കുന്നവരെ? പ്രാഥമിക ഉപഭോക്താക്കൾ എന്നാണ് വിളിക്കപ്പെടുക.